കേസിൽ ഇടക്കാല ഉത്തരവിലേക്ക് മാറ്റിവെക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഇത് തള്ളിക്കളയാനാണ് സാധ്യത എന്നുള്ളത്. കാരണം സാധാരണഗതിയിൽ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി ഒരു കേസ് അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അതിനെ തടയുന്നൊരു രീതി പൊതുവെ കോടതികൾക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഹർജി തള്ളിക്കളയും എന്നെനിക്ക് ഉറപ്പായിരുന്നു. എന്ന് മാത്രമല്ല, ഈ കേസിൻ്റെ കാര്യത്തിൽ മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഈ തള്ളിക്കളയാനായിട്ട് ഞാൻ കാണുന്നത്, ഇപ്പോൾ നാളെ രാവിലെ 10:00 ഇത് വരുള്ളൂ എങ്കിൽ കൂടിയും ഞാൻ കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ SFIO ഈ അന്വേഷണത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ട് ഏജൻസികൾ ഈ ഇടപാടിൽ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡാണ്. ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലെന്ന് പറയുന്നത് സേവനങ്ങളൊന്നും നൽകാതെ 1,72,00,000 രൂപ വീണ തൈക്കണ്ടിയുടെ എക്സാലോജിക്ക് കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ ഗൗരവമായൊരു കണ്ടെത്തലാണ്. അപ്പോൾ അത് ഓൾറെഡി കോടതിയുടെ മുമ്പിലുണ്ട്. രണ്ടാമത്തത് ROCയുടെ കണ്ടെത്തലാണ്. ROC എന്താ കണ്ടെത്തിയിരിക്കുന്നത്? ഡോർമെൻ്റായിട്ട് കമ്പനി പ്രഖ്യാപിക്കാനായിട്ട് വ്യാജരേഖകൾ ഹാജരാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി രണ്ട് ഏജൻസികൾ, കേന്ദ്ര സർക്കാരിൻ്റെ രണ്ട് ഏജൻസികൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് രണ്ട് ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും SFIO എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഏജൻസിയുടെ അന്വേഷണത്തെ തടയാൻ കോടതി തയ്യാറാകില്ല. കാരണം ഇനഫ് റീസൺ അക്കാര്യത്തിലുണ്ട്. ഇനി ഇവിടെ എക്സാലോജിക്ക് ഉന്നയിക്കുന്നൊരു പ്രശ്നമാണ്. അത് 210 പ്രകാരം ഓൾറെഡി ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് 212 പ്രകാരം ഒരു അന്വേഷണം കൂടി നടക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സാമാന്യ നീതിക്ക് നിരക്കാത്തതാണ് എന്നൊരു ആർഗ്യുമെൻ്റ് അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ ആ ആർഗ്യുമെൻറ്റിനെ കേന്ദ്ര സർക്കാർ ശക്തമായി ഖണ്ഡിച്ചിട്ടുണ്ട്. രണ്ട് അന്വേഷണങ്ങൾ നടക്കുന്നു എന്നുള്ളത് ശരിയാണ്. അതിൽ 210 പ്രകാരമുള്ള അന്വേഷണം എന്ന് പറയുന്നത് കമ്പനി കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. അത് സ്വാഭാവികമായും ഈ വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ടും പിന്നെ സേവനങ്ങളൊന്നും നൽകാതെ പൈസ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ടുമാണ് 210 വകുപ്പ് പ്രകാരം അന്വേഷണം നടക്കുന്നത്. അത് സാധാരണഗതിയിൽ ഒരു ജീവപര്യന്ത ശിക്ഷയോ ഒന്നും കിട്ടാവുന്നൊരു വലിയ കേസോ വകുപ്പോ ഒന്നുമല്ല. പിഴ ശിക്ഷ വിധിച്ച് വേണമെങ്കിൽ പരിഹരിക്കപ്പെടാവുന്ന ഒരു വിഷയമാണ്. എന്നാൽ 212 പ്രകാരമുള്ള അന്വേഷണം എന്ന് പറയുന്നത് കുറച്ചുകൂടി ലാർജറായ ഒരു അന്വേഷണമാണ്. അത് SFIO നടത്തുന്നു. എന്തുകൊണ്ടാണ് SFIO ആ ലാർജറായ അന്വേഷണം നടത്തുന്നത്? ഇത് എക്സാലോജിക്കുമായി മാത്രം ബന്ധപ്പെട്ടൊരു കേസല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ SFIO അന്വേഷിക്കുന്ന പ്രാഥമികമായ കേസ് എന്ന് പറയുന്നത് CMRലുമായി ബന്ധപ്പെട്ട അഴിമതിയാണ്. CMRൽ 135 കോടി രൂപ ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ വ്യവസായം നടത്തണമെങ്കിൽ അവർക്ക് ഇങ്ങനെ രാഷ്ട്രീയക്കാരെ പ്രീണിപ്പിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഈ 135 കോടി രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് SFIO രംഗത്ത് വരുന്നത്. ആ അഴിമതിയുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും CMRലെ എല്ലാ രേഖകളും പരിശോധിക്കേണ്ടി വരും. CMRൽ ഓഹരി പങ്കാളിത്തമുള്ള KSIDCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷിക്കേണ്ടി വരും. കാരണം എന്താണ്? KSIDC ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആ പൊതുമേഖലാ സ്ഥാപനം ഈ പറയുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ടുള്ള CMRലിന് വേണ്ട എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ, ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ പരിശോധിക്കേണ്ടി വരും. KSIDCയിൽ നിന്ന് പിന്നെ എക്സാലോജിക്കിലേക്കും പോകേണ്ടി വരും. കാരണം വെച്ചാൽ വളരെ ഇൻഫ്ലുവൻഷ്യലായ ഒരു നേതാവിൻ്റെ മകളാണ് വീണ തൈക്കണ്ടിയിലെന്നും അങ്ങനെയാണ് ഈ പണം അങ്ങോട്ടേക്ക് പോയിരിക്കുന്നതെന്നും ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു കണ്ടെത്തലുണ്ട്. അപ്പോൾ അവിടെ സ്വാഭാവികമായും ഈ പറയുന്ന SFIOയുടെ അന്വേഷണത്തെ സാധൂകരിക്കുന്ന 3 കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു. അതിൽ മൂന്നാമത്തെ കാര്യം മാത്രമാണ് എക്സാലോജിക്ക് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഒരു ദീർഘമായ വാർത്താ സമ്മേളനം നടത്തിയത് 48 മണിക്കൂർ മുമ്പാണ്. വളരെ വിശദമായൊരു വാർത്താ സമ്മേളനമായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൻ്റെ ദിവസം തന്നെ മന്ത്രി P രാജീവ് വന്നിട്ട് അതിൻ്റെ ഒരു മറുപടി പറയുകയുണ്ടായി. ആ മറുപടിയിൽ എന്താണ് P രാജീവ് പ്രധാനമായിട്ടും ഉന്നയിച്ചത്? അദ്ദേഹം പറഞ്ഞത് 2004 ഈ പറയുന്ന 4 ലീസുകൾ നൽകിയിട്ടുള്ളത്. ആ സമയത്ത് സർക്കാർ ആരായിരുന്നു? AK ആൻ്റണിയുടെ സർക്കാരായിരുന്നു, UDF സർക്കാരായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടയുള്ള വെടി തന്നെയാണ് മാത്യു കുഴൽനാടൻ വെച്ചിരിക്കുന്നത്. പക്ഷേ ആ ഉണ്ട ആൻ്റണിയുടെ നെഞ്ചത്തേക്കായിരുന്നു അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ നെഞ്ചത്തേക്കായിരുന്നു എന്ന് പറഞ്ഞാണ് ആ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നത്. പിന്നെ ഈ നിമിഷം വരെ CPMൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും നേതാക്കളോ രാജീവ് തന്നെയോ അക്കാര്യത്തിലൊരു വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2004 ഇത്തരത്തിലൊരു കരാർ നൽകിയത് തെറ്റായൊരു കാര്യമാണെന്ന് സമ്മതിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ആ സർക്കാരിനൊരു വീഴ്ച പറ്റിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? 10 ദിവസത്തിനുള്ളിൽ അത് സ്റ്റോപ്പ് ചെയ്യുകയാണ്, ആ കരാർ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ആ കരാർ സ്റ്റോപ്പ് ചെയ്യുന്നത്? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വലിയഴീക്കൽ മുതൽ ആറാട്ടുപുഴ വരെ വലിയ മനുഷ്യ കോട്ടയാണ് തീർത്തത്. VM സുധീരനാണ് ആലപ്പുഴയിലെ MP. അദ്ദേഹമാണ് അതിന് നേതൃത്വം കൊടുത്തത്. അന്നൊരു ജനകീയ പ്രക്ഷോഭ സമിതിയുണ്ട്. ആ അത് കോൺഗ്രസിൽ നിന്ന് രൂപപ്പെട്ടൊരു സമരമായിരുന്നു. ആ കോൺഗ്രസ് തന്നെയാണ് VM സുധീരൻ പല ഘട്ടത്തിൽ കോൺഗ്രസിനെ പ്രതിരോധം CPM അതിനകത്ത് പങ്കാളിയായിരുന്നു. ജനകീയ പ്രക്ഷോഭ സമിതിയാണ്. CPM പിന്നീടാണ് അതിനകത്ത് പങ്കാളിയാകുന്നത്. തോട്ടപ്പള്ളി മുതൽ ഈ വലിയഴീക്കൽ മുതൽ ആറാട്ടുപുഴ വരെയുള്ള വലിയ മനുഷ്യക്കോട്ട തീർക്കുന്നതിൽ പങ്കാളിയായിരുന്നു. MA ബേബിയാണ് അതിൽ പങ്കാളിയായത്. ആ പ്രക്ഷോഭം ഏറ്റവും ശക്തമായി ഉയർത്തിപ്പിടിച്ചത് VM സുധീരനാണ്. ആലപ്പുഴ MP എന്ന നിലയ്ക്കാണ് അദ്ദേഹം ആ പ്രക്ഷോഭത്തിന് നേതൃത്വവും കൊടുത്തത്. ആ പ്രക്ഷോഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ 10 ദിവസത്തേക്ക് ശേഷം ഇത് സ്റ്റോപ്പ് ചെയ്യുന്നു.
പിന്നെ അതിൻ്റെ മേളിലൊരു അനക്കം വെക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. പിന്നെ അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുന്നില്ല, കർത്തയും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. 2006 VS അച്യുതാനന്ദൻ്റെ സർക്കാർ വരുന്നു. അതിശക്തമായിട്ടാണ് ഈ നിലപാട് VS എടുക്കുന്നത്. LDF സർക്കാർ എടുക്കുന്ന നിലപാട് എന്താ? ഖനനം എന്ന് പറയുന്നത് പൊതുമേഖലയ്ക്കല്ലാതെ നൽകില്ല എന്നാണ് പറയുന്നത്. 2019 കേന്ദ്ര സർക്കാർ ആ നിയമം കൊണ്ടുവരുന്നതിന് 13 വർഷങ്ങൾക്ക് മുമ്പ് LDF സർക്കാർ, VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ആ തീരുമാനം കേരളത്തിൽ എടുത്തിരുന്നു. 13 വർഷങ്ങൾക്ക് മുമ്പ് 2006. അത് തുടരുകയാണ് ചെയ്തത് 2011 വരെ. 2011 വരെ ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല ശശിധരൻ കർത്തയ്ക്ക്. ശശിധരൻ കർത്തയുടെ കമ്മിറ്റ്മെൻറ്റ് ആരുമായിട്ടാണ്? ശശിധരൻ കർത്തയോട് കമ്മിറ്റഡ് ആയിരിക്കുന്ന ആരാണ്? UDF ആണ്. 2011 UDF സർക്കാർ വരുന്നു. UDF സർക്കാർ വരുമ്പോൾ ശശിധരൻ കർത്ത പല ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. ആ പല ആപ്ലിക്കേഷൻസ് കൊടുക്കുമ്പോൾ ശശിധരൻ കർത്തയ്ക്ക് കീഴ്പ്പെടണമായിരുന്നെങ്കിൽ അന്ന് UDF സർക്കാർ കീഴ്പ്പെടുമായിരുന്നു. കീഴ്പ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. 2011 മുതൽ ഇങ്ങോട്ട് വലിയ നിയമ പോരാട്ടമാണ് നടക്കുന്നത്. ആ നിയമ പോരാട്ടത്തിൻ്റെ ഓരോ ഘട്ടവും നമുക്കറിയാവുന്നതാണല്ലോ. സിംഗിൾ ബെഞ്ചിലേക്ക് പോകുന്നു, വിധി കർത്തയ്ക്ക് അനുകൂലമാകുന്നു, അവിടെ വെച്ച് വേണമെങ്കിൽ നടപ്പാക്കാം. അപ്പം സർക്കാർ എന്താ ചെയ്തത്? ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി. ഡിവിഷൻ ബെഞ്ചിൽ വെച്ച വിധി കർത്തയ്ക്ക് അനുകൂലമാകുന്നു. അപ്പോഴും വേണമെങ്കിൽ, അതായത് ഹൈക്കോടതിയിൽ ഒരു തീർപ്പായെന്നേ, ശശിധരൻ കർത്തയ്ക്ക് അനുകൂലമായിട്ടാണ് തീരുമാനം വന്നിരിക്കുന്നത്, വേണമെങ്കിൽ നടപ്പാക്കാം. അവിടെ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല ഉമ്മൻചാണ്ടി സർക്കാർ. അപ്പീൽ പോകുന്നു സുപ്രീം കോടതിയിലേക്ക്. സുപ്രീം കോടതിയിൽ നിന്ന് 2016 അനുകൂലമായൊരു വിധി വരുന്നു. അനുകൂലമായ വിധി ആർക്ക് അനുകൂലമായിട്ട് വരുന്നു? ശശിധരൻ കർത്തയ്ക്ക് അനുകൂലമായിട്ട് വരുന്നു. അത്രയും കാര്യങ്ങൾ ശരിയാണ്. അപ്പോഴത്തേക്കും നമ്മൾ ഇലക്ഷനിലേക്ക് പോയി. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതാണ് മാത്യു കൊൾനാടൻ ഉന്നയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതിനാണ് ഈ പറയുന്ന സർക്കാർ മറുപടി പറയാതിരിക്കുന്നത്. അത് സുപ്രീം കോടതിയിലെ ആ അനുകൂലമായിട്ടുള്ള, കർത്തയ്ക്ക് അനുകൂലമായിട്ടുള്ള ഉത്തരവിൻ്റെ തൊട്ടു താഴെ എഴുതുന്നൊരു വരിയുണ്ട്. ഇൻ അതർ വേർഡ്സ്, ദ ഡിസ്മിസൽ ഓഫ് ദിസ് അപ്പീൽ ഷാൽ നോട്ട് പ്രിവെന്റ് ദി സ്റ്റേറ്റ് from invoking its right under section 17A(2) of the act by issuing notification in respect of mineral deposit in question. അതായത് ധാതു സമ്പത്ത്, ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ ധാതു സമ്പത്തുള്ള മണ്ണ് നോട്ടിഫൈ ചെയ്ത് സർക്കാരിൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവരാനുള്ള സർക്കാരിൻ്റെ അവകാശം, അത് ആർട്ടിക്കിൾ സെക്ഷൻ 17A(2) പ്രകാരമുള്ള അവകാശത്തെ ഒരു കാരണവശാലും ഈ വിധി ചോദ്യം ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒറ്റ വരി മതി ഇത് നോട്ടിഫൈ ചെയ്ത്. അതായത് ഉത്തമമായ ബോധ്യം, ഈ പൊതുമേഖല മാത്രമേ ഈ ഖനനം അനുവദിക്കൂ എന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ടെങ്കിൽ ഒരു സർക്കാരിന് ഇത് ഈ നിസ്സാരമായി നടപ്പാക്കാവുന്നതേ ഉള്ളൂ. ഈ വിധി മാറ്റിവെച്ചുകൊണ്ടാണ് 2016 ശേഷം വരുന്ന പിണറായി വിജയൻ സർക്കാർ 2023 ഡിസംബർ വരെ അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാറുള്ളത്. അതുമാത്രവുമല്ല, അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? 2019 ഈ വിധി വരുമ്പോൾ തന്നെ വേണമെങ്കിൽ ഇത് നടപ്പാക്കാം. കർത്തയ്ക്കെതിരായിട്ടുള്ള അപ്പം ക്ലോസ് ചെയ്യാം, ആ ഫയൽ അപ്പം ക്ലോസ് ചെയ്യാം. കാരണം കേന്ദ്ര നിയമം വന്നു കഴിഞ്ഞിരിക്കുന്നു, ഇനി ഒരു ചർച്ചയുമില്ല. 2016 മുതൽ ഈ കുഴൽനാടൻ ആരോപിക്കുന്നതും പിന്നെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണക്കും കൂടി വെച്ച് നോക്കുമ്പോൾ കൃത്യമാണ്. വീണ തൈക്കണ്ടിലിന് പൈസ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന വീണ തൈക്കണ്ടിലിന് വ്യക്തിപരമായും എക്സാലോജിക്കിന് വേണ്ടിയിട്ടും പൈസ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴൊക്കെ ഈ ഫയൽ അന്വേഷിക്കുന്നതാരാണ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഫയൽ വിളിച്ചു വരുത്തി മുമ്പിലിരുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഈ കമ്പനിയുമായി ഇടപാടുണ്ട് എന്നുള്ള കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നു. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഈ കാര്യത്തിൽ വളരെ പ്രധാനമാണ്. സാധാരണഗതിയിൽ ഈ കാര്യത്തിൽ ഇപ്പം പിന്നെ ഒന്നുകിൽ വീണ തൈക്കണ്ടിയോട് ആ കരാറ് ഉപേക്ഷിക്കാൻ പറയണം, എന്നിട്ട് തീരുമാനമെടുക്കണം മുഖ്യമന്ത്രി. നമ്മൾ കോടതികളിലൊക്കെ കാണുന്നതല്ലേ, ഏതെങ്കിലും ഒരു കേസ് വരുമ്പോൾ ആ കേസിൽ കോടതിയിൽ ആ ജഡ്ജിമാരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജഡ്ജി മാറും. കാരണം അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ ഈ ഫയലിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ മകൾ ഈ കമ്പനിയുമായി ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്ത് വെച്ച് നമ്മളിതിനെ ന്യായീകരിക്കും? അവിടെയും തീരുന്നില്ലല്ലോ പ്രശ്നം. 2019 ഈ പറയുന്ന തോട്ടപ്പള്ളി സ്പിൽവേയുടെ വാതിക്കൽ നിന്ന് പ്രളയത്തിൻ്റെ പേരിൽ മണൽ മാറ്റിയില്ലേ? ആ മണൽ മാറ്റിയതുമായി ബന്ധപ്പെട്ട് വേറൊരു അഴിമതി ഇപ്പം എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ 2023 നമ്മൾ ഈ കാണുന്ന എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വലിയ കണ്ടെത്തലുകളുടെ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഈ സാധനം ക്ലോസ് ചെയ്യുന്നത്. ഇവിടെ മുഖ്യമന്ത്രിക്ക് ഇതിനകത്തുള്ള താല്പര്യത്തെ സംബന്ധിച്ചും പൊതുസമൂഹത്തിന് ആശയക്കുഴപ്പമാണ്. നമ്മൾ ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് എക്സാലോജിക്ക് നമ്മൾ 2-3-4 മാസമായിട്ടുണ്ടല്ലോ ഈ ചർച്ച തുടങ്ങിയിട്ട്. അപ്പോഴൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നൊരു ചോദ്യമുണ്ട്. CMRLന് ഈ പറയുന്ന വീണ തൈക്കണ്ടിലിന് പൈസ കൊടുത്തത് വഴി എന്തു ഗുണമാണ് കിട്ടിയിട്ടുള്ളത് കേരള സർക്കാരിൽ നിന്ന് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ഒരു നിഗൂഢതയായിരുന്നു. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. റിപ്പോർട്ടറിൻ്റെ പ്രസ് കോൺഫറൻസിൽ ഷിബു ബേബി ജോൺ പങ്കെടുത്തൊരു ദിവസമുണ്ട്. ആ ദിവസം ഷിബു ബേബി ജോണിനോട് നമ്മൾ ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന എക്സാലോജിക്കുമായുള്ള ബന്ധപ്പെട്ട വിഷയം. അന്ന് ഷിബു ബേബി ജോൺ പറയുന്നുണ്ട് നമ്മുടെ പ്രസ് കോൺഫറൻസിൽ, നോക്കൂ, വളരെ നിർണായകമായൊരു മീറ്റിംഗ് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്നിട്ടുണ്ട്, മുഖ്യമന്ത്രി ചെയർ ചെയ്തുകൊണ്ട് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലില്ല. അങ്ങനെ കിട്ടുകയാണ് എങ്കിൽ
നമുക്കറിയാൻ കഴിയും എന്താണ് കേരള സംസ്ഥാന സർക്കാർ ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. 2019 ഈ പറയുന്ന വാട്ടർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഉണ്ടാക്കിയിട്ടുള്ള പുതിയ ഉടമ്പടിയിൽ KMML-ഉം IRA-യിൽ നിന്ന് ഇൽമനേറ്റ് ഖനനം ചെയ്ത് CMR-ലേക്ക് പോയി എന്നും അതിൻ്റെ EWA ബില്ലുകളടക്കം നമ്മളിപ്പം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു മനോരമയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന അതൊരു സൈഡിലാണ് നിൽക്കുന്നതെങ്കിലും ഈ ഇൻട്രസ്റ്റ് എന്തായിരുന്നു? 2016 മുതൽ 2023 വരെ ഈ ഫയൽ ക്ലോസ് ചെയ്യാതിരുന്നതിനകത്തുള്ള താല്പര്യം എന്തായിരുന്നു? അത് എപ്പോഴെങ്കിലും ഒരു സാധ്യതയായി കണ്ടിരുന്നു. ആ സാധ്യത CMR-ലും കണ്ടിരുന്നു. ആ സാധ്യത നിലനിർത്തി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇതിനകത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇത് ഡയറക്റ്റായിട്ട് വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയുടെ ഇതിനകത്ത് ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഈ സമയത്ത് 2 കാര്യങ്ങൾ കൊണ്ടാണ് SFIയുടെ അന്വേഷണത്തിനെതിരെ പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, ഒരു അന്വേഷണം വീണ തൈക്കണ്ടിലിനെതിരെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ അന്വേഷണത്തെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് എക്സാലോജിക്കിന് കഴിയില്ല. കാരണം ആ അന്വേഷണത്തെ അവർ നേരിടേണ്ടതുണ്ട്. അതിനെ എതിർക്കണം. എതിർത്തില്ല എങ്കിൽ നമ്മളെന്തോ കുറ്റക്കാരാണെന്ന് തോന്നുമല്ലോ, സ്വാഭാവികമായിട്ടും അതിന് കീഴടങ്ങാൻ കഴിയില്ല. അപ്പോൾ ഇതിനകത്തൊരു ടൈം ബൈയിങ് പ്രോസസ്സ് ഉണ്ട്. കാരണം ചില അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ഏജൻസിയാണ് SFI എന്ന് പറയുന്നത്. അപ്പോൾ കൊയറസീവ് ആക്ഷൻ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് കഴിഞ്ഞ ദിവസം ചോദിക്കുന്നുമുണ്ട് ഈ പറയുന്ന ജഡ്ജി. അപ്പം അറസ്റ്റ് മാത്രമല്ല, UAPA നിയമം പോലത്തെ ഒരു നിയമമാണ് 212 എന്നാണ് വീണയുടെ വക്കീൽ പറയുന്നത്. അപ്പോൾ ആ ഭയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും മറികടക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. 2, ഇതിനൊരു നറേറ്റീവ് ഉണ്ട്. SFIക്കെതിരായിട്ട് പോയിട്ട് ഈ പറയുന്ന കേസ് നടത്തുമ്പോഴാണ് പൊളിറ്റിക്കൽ നറേറ്റീവ് ഉണ്ടാകുന്നത്. എന്താണ് ആ പൊളിറ്റിക്കൽ നറേറ്റീവ്? ഈ പറയുന്ന വേട്ടയാടൽ എന്ന് പറയുന്നത്. അല്ലാതെ നിശബ്ദമായി ഇതിനകത്ത് ഇരുന്നുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ SFIയുടെ അന്വേഷണത്തെ എതിർത്താൽ, ഇപ്പോൾ KSIDCയും പോകുന്നുള്ളൂ, ഇതേ വാദമുഖമാണ് KSIDCയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് സെറ്റ് ചെയ്യാനാണ്. നോക്കൂ, ഇതിനകത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇതിനകത്തൊരു കേസുണ്ട്, ഇതിനകത്ത് CMRL വഴി KSIDC വഴി എക്സാലോജിക് വഴി ഒരു നെക്സസ് ആയിട്ട് പണക്കൈമാറ്റം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് SFIO പോലുള്ളൊരു ഓർഗനൈസേഷൻ അത് കൂടുതൽ പരമാധികാരങ്ങളുള്ള ഒരു ഓർഗനൈസേഷനാണ്. ആരുടെ ഫയലും വിളിച്ചു വരുത്താവുന്ന ഓർഗനൈസേഷനാണ്. അവർക്ക് അത്രയധികം പ്രിവിലേജസ് ഉണ്ട്. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ അന്വേഷിക്കുന്നുണ്ട് എങ്കിൽ ആ അന്വേഷണം നടക്കട്ടെ. ഇക്കാര്യത്തിൽ കാര്യങ്ങൾ ക്ലിയർ ആകട്ടെ. മുഖ്യമന്ത്രി പറഞ്ഞ നിയമസഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൈകൾ പരിശുദ്ധമാണെങ്കിൽ അത് തെളിയിക്കപ്പെടട്ടെ. അദ്ദേഹത്തിൻ്റെ മടിയിൽ കനമില്ല എങ്കിൽ അത് തെളിയിക്കപ്പെടട്ടെ. ഇതാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാം. Meet the editors.